ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL താരലെല്ലാം നമുക്ക് കഴിഞ്ഞ ടീമുകളും ആരാധകരെല്ലാം വളരെ സെറ്റായി തന്നെ ഇരിക്കുകയാണ്. IPL 2026 തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ എണ്ണി കഴിയുക തന്നെയാണ് IPL ഡൈഹാർഡ് ഫാൻസ്. സോ IPLൻ്റെ ഒരു ബാറ്റിംഗ് പവർ റാങ്കിങ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഇത്തവണ താരലത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്ലെയേഴ്സ് തന്നെയായിരുന്നു ഓൾറൗണ്ടേഴ്സും അതോടൊപ്പം തന്നെ ബോളേഴ്സും. ബാറ്റ്സ്മാൻമാരെക്കാട്ടി കൂടുതൽ മിക്ക ടീമുകളും അല്ലെങ്കിൽ മിക്ക ഫ്രാഞ്ചൈസികളും കൂടുതൽ നോട്ടം വെച്ചതും മികച്ച ഓൾറൗണ്ടേഴ്സിനെയും മികച്ച ബോളേഴ്സിനെയും ഒക്കെ ആയിരുന്നു. സോ അതിനാൽ തന്നെ ഇത്തവണ വാശിയേറിയ അല്ലെങ്കിൽ മികച്ച സ്കോഡുകൾ തന്നെയാണ് 10 ടീമുകളുമായി വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബാറ്റിംഗ് പവർ റാങ്കിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് കണ്ടൻറ്റ് എത്രയും വേഗം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ ബാറ്റിംഗ് പവർ റാങ്കിങ് ഓഫ് IPL 2024 ആഫ്റ്റർ ദ IPL ഓപ്ഷൻ. ഒന്നാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. നമുക്കറിയാം വെടിക്കെട്ട് ബാറ്റിംഗ് നിരയുള്ള ടീം തന്നെയാണ് ഇത്തവണയും ബാംഗ്ലൂർ. ശരിക്കും 200-ന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വെടിക്കെട്ട് ഫിനിഷർമാരും വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുമുള്ള ടീം തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ്. ഓപ്പണിങ്ങിൽ ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി സഖ്യം. ഒപ്പം യുവതാരമായ രജത് പടിദാറും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അനുജ് റാവത്തും ചേരുന്ന ടോപ്പ് ഓർഡർ വളരെ സ്ട്രെങ്ത് ഉള്ളത് തന്നെയാണ്. ഇവർക്ക് പുറമെ സുയാഷ് പ്രഭുദേശായ് തുടങ്ങിയവർ അടങ്ങുന്ന യുവതാരങ്ങളും RCBയുടെ ടോപ്പ് ഓർഡറിൽ മാന്ത്രികത സൃഷ്ടിക്കാൻ കഴിയുന്നവർ തന്നെയാണ്. ഇവർക്ക് പുറമെ ഫിനിഷർമാരും ഓൾറൗണ്ടർമാരുമായിട്ടും വളരെ മികച്ച സഖ്യം തന്നെയാണ് ബാംഗ്ലൂർ നിരയിലുണ്ട്. നമുക്കറിയാം ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ, വിൽ ജാക്സ്, മഹിപാൽ ലോംബ്രോർ. ഒപ്പം ഫിനിഷറുടെ റോളിൽ മെയിൻ ഫിനിഷറായിട്ട് ദിനേഷ് കാർത്തിക്കും കൂടി ചേരുന്നതോടെ RCB ലൈനപ്പ് വളരെ മാരകം തന്നെയാണ് ബാറ്റിംഗ് ലൈനപ്പിൽ. സോ കഴിഞ്ഞ സീസണിലേക്കാട്ടി കുറച്ചുകൂടി ബാറ്റിങ്ങിന് കരുത്ത് കൂട്ടിക്കൊണ്ട് തന്നെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ്. രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ താരലേലത്തിൽ ശരിക്കും ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ചത് സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു. രജൻ രവീന്ദ്ര, ഷാർദുൽ താക്കൂർ, ഡാരിൽ മിച്ചൽ തുടങ്ങിയ ലേലത്തിൽ മിക്ക ടീമുകളും നോട്ടം പെട്ടുന്ന ടാർഗറ്റ് പ്ലേയേഴ്സിനടക്കം മികച്ച താരങ്ങൾ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് തങ്ങളുടെ 6ാം IPL കിരീടമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഈ ഒരു പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നമുക്കറിയാം ഗേക്വാദ്, കോൺവേ അടങ്ങുന്ന ഓപ്പണിംഗ് സഖ്യം. പുറമെ വൺ ഡൗൺ ബാറ്റ്സ്മാനായിട്ട് അജിൻക്യ രഹാനെ. ഇവർക്ക് പുറമെ അല്ലെങ്കിൽ മികച്ച ഫിനിഷർമാർ അല്ലെങ്കിൽ മികച്ച ഓൾറൗണ്ടേഴ്സായിട്ട് നമുക്കറിയാം ഡാരിൽ മിച്ചൽ, ശിവം ഡൂബെ, ഷാർദുൽ താക്കൂർ, രവീന്ദ്ര ജഡേജ, മൊയ്യീൻ അലി, മിച്ചൽ സാന്റർ എന്നിവർ ചേരുന്ന ഓൾറൗണ്ടേഴ്സിൻ്റെ നിരയും. ഇവർക്കും എല്ലാവർക്കും പുറമെ ഫിനിഷറുടെ റോളിൽ ക്യാപ്റ്റൻ കൂൾ, പിഴയ്ക്കാത്ത ചുവടുകളുമായി നായകൻ ധോണിയും ചേരുന്നതോടുകൂടി ശരിക്കും മാരകമായ ബാറ്റിംഗിനുള്ള രണ്ടാമത്തെ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. സോ ഒന്നാം സ്ഥാനത്ത് RCB, രണ്ടാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോൾ നിങ്ങൾ പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുമായിരിക്കും ഒന്നാം സ്ഥാനം എന്തുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് വരുന്നില്ല എന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ RCB ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഫാഫും വിരാട് കോഹ്ലിയും മാക്സ്വെലും കാമറൂൺ ഗ്രീനും അടങ്ങുന്ന ദിനേഷ് കാർത്തിക് അടങ്ങുന്ന ബാറ്റിംഗ് നിര ശരിക്കും ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുടെ നിര തന്നെയാണ്. അതേസമയം ചെന്നൈയിലേക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഗേക്വാദ്, കോൺവേ, രഹാനെ തുടങ്ങിയവർ അല്പം മെല്ലപ്പൊക്കിന് പേര് കേട്ടവർ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും മികച്ച ബാറ്റിംഗ് നിരയുള്ള ടീം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതൊരു അൺഒഫീഷ്യൽ പവർ റാങ്കിങ് വീഡിയോ ആണ്. സോ ഈ ഒരു പവർ റാങ്കിങ് അനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് RCB, രണ്ടാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ്, മൂന്നാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ പോരാളികൾ ഇത്തവണ ബാറ്റിംഗ് കരുത്തിൽ മൂന്നാം സ്ഥാനത്താണ്. നായകനെ മാറ്റി വിവാദങ്ങൾ കോളടക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നമുക്കറിയാം നായകൻ ഹാർദിക് പാണ്ഡ്യയാണ്. ഒപ്പം ഓപ്പണിങ്ങിൽ തവണ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ സഖ്യമായിരിക്കും. ഇവർക്ക് പുറമെ സൂര്യകുമാർ യാദവും തിലക് വർമ്മ എന്ന യുവതാരവും ചേരുന്ന ടോപ്പോടെ ബാറ്റിംഗ് നിര വളരെ മാരകം തന്നെയാണ്. ഒപ്പം ഓൾറൗണ്ടർമാരും അല്ലെങ്കിൽ ഫിനിഷർമാരുടെ കാര്യത്തിൽ മുംബൈ ഒട്ടും പുറകിലല്ല. ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ്റെ നേതൃത്വത്തിൽ ജെറാൾഡ് കോഴ്സി, സൗത്ത് ആഫ്രിക്ക താരം, ഇത്തവണ 5 കോടി രൂപ മുടക്കി ലേലത്തിലൂടെ സ്വന്തമാക്കിയ ജെറാൾഡ് കോഴ്സി, ടിം ഡേവിഡ്, ഡെവാൾഡ് ബ്രൂയിസ്, വിഷ്ണു വിനോദ്, റൊമാരിയോ ഷെഫേർഡ് എന്നിവരടങ്ങുന്ന ഒരു ഫിനിഷേഴ്സിൻ്റെ നിരയും വളരെ സ്ട്രോങ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിൽ. എടുത്തു പറയേണ്ട താരം വിഷ്ണു വിനോദ് എന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ്റെ സാന്നിധ്യം തന്നെയാണ്. നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് ഇത്തവണ റീറ്റെയിൻ ചെയ്ത താരമായിരുന്നു മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വിഷ്ണു വിനോദ്. സോ പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് ദൈവത്തിൻ്റെ പോരാളികളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ്. നാലാം സ്ഥാനത്ത് മല്ലു റോയൽസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. നാലാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ ബാറ്റിംഗ് കരുത്തിൽ നാലാം സ്ഥാനത്ത് സഞ്ജു സാംസൺ എന്ന മലയാളി നായകൻ്റെ രാജസ്ഥാൻ റോയൽസ് ആണ്. നമുക്കറിയാം ഓപ്പണിങ്ങിൽ ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലറും യുവതാരം യശസ്വി ജയ്സ്വാളും നൽകുന്ന മികച്ച തുടക്കം തന്നെയായിരിക്കും രാജസ്ഥാൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വേഗം കൂട്ടാൻ പോകുന്നത്.
ഇവർക്ക് പുറമെ നായകൻ സഞ്ജു സാംസൺ എന്ന 1 ഡൗൺ ബാറ്റ്സ്മാനായിട്ട് സഞ്ജു സാംസണും കൂടി ഇറങ്ങുന്നതോടെ ആറിൻ്റെ ബാറ്റിംഗ് നിര ഇപ്പോൾ തന്നെ വളരെ മികച്ചത് തന്നെയാണ്. ഇവർക്ക് പുറമെ നമുക്കറിയാം വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായിട്ട് ഹെറ്റ്മയറും റിയാൻ പരാഗും രവിചന്ദ്രൻ അശ്വിനും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ധ്രുവ് ജൂറലും ഒപ്പം ഇത്തവണ ലേലത്തിലൂടെ സ്വന്തമാക്കിയ റോമാൻ പവൽ എന്ന വെസ്റ്റ് ഇൻഡീസ് താരം കൂടി ചേരുന്ന ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നിരയുള്ള ടീം തന്നെയാണ് ആർ. ഇവർക്ക് പുറമെ നമുക്കറിയാം ടോം കാഡ്മോർ അധികം ആർക്കും പരിചയമില്ലാത്തൊരു പേര് തന്നെയായിരിക്കും ഇത്തവണ താരലേലത്തിലൂടെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ ഒരു ഇംഗ്ലീഷ് ബാറ്ററാണ് ടോം കാഡ്മോർ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. നമുക്കറിയാം പാകിസ്ഥാൻ പ്രീമിയർ ലീഗിലും അതോടൊപ്പം തന്നെ അബുദാബി T10 ലീഗിലുമൊക്കെ വെടിക്കെട്ട് പ്രകടനം നടത്തിയ കാഡ്മോറിനെ അദ്ദേഹത്തിന് അടിസ്ഥാന വില 50 ലക്ഷം രൂപയ്ക്കായിരുന്നു ആർ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം യുവതാരമായ ശുഭം ഡൂബെ നമുക്കറിയാം ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരം തന്നെയായിരുന്നു ശുഭം ഡൂബെ. ഇവർക്കെല്ലാവർക്കും പുറമെ ഡൊണോവൻ ഫെറൻ എന്ന സൗത്ത് ആഫ്രിക്കൻ യുവതാരം കൂടി ചേരുന്ന ആറിൻ്റെ ബാറ്റിംഗ് നിര വളരെ മികച്ചത് തന്നെയാണ്. 5ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് നിരയിൽ നിതീഷ് റാണ, റിങ്കു സിംഗ്, അഫ്ഗാനിസ്ഥാൻ താരം റഹ്മാനുള്ള ഗുർബാസ്, ഷറഫൻ റൂദർഫോർഡ്, KS ഭരത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, ജസൻ റോയ്, വെങ്കടേഷ് അയ്യർ, ആന്ധ്ര റസൽ, സുനിൽ നരയൻ, മനീഷ് പാണ്ഡെ എന്നിവരടങ്ങുന്ന KKRൻ്റെ ബാറ്റിംഗ് നിരയും വളരെ സ്ട്രോങ് തന്നെയാണ്. മനീഷ് പാണ്ഡെ എന്നിവരടങ്ങുന്ന KKRൻ്റെ ബാറ്റിംഗ് നിരയും വളരെ സ്ട്രോങ് തന്നെയാണ്. ഒപ്പം വെടിക്കെട്ട് ഫിനിഷറായിട്ടുള്ള ആന്ധ്ര റസലിൻ്റെയും സുനിൽ നരയൻ്റെയും കൂടി സേവനങ്ങൾ KKR നിരയിൽ ലഭ്യമാകുമ്പോൾ ശരിക്കും കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. പല മത്സരങ്ങളും 200 മുകളിൽ ചേസ് ചെയ്ത് ജയിച്ച ടീമായിരുന്നു KKR. സോ ഇത്തവണയും അവരുടെ ആ മാന്ത്രികത ബാറ്റിൽ നിന്ന് പിറക്കട്ടെ. സോ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ശ്രേയസ് അയ്യർ എന്ന ഇന്ത്യൻ താരത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ IPL കളിക്കാനൊരുങ്ങുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇനി ഈ ഒരു പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തിലേക്ക് വരുവാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. നമുക്കറിയാം ഓറഞ്ച് ആർമി എന്ന് വിളിപ്പേരുള്ള ഹൈദരാബാദ് ഇത്തവണ ലേലത്തിൽ വമ്പൻ താരങ്ങളെയാണ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. പാറ്റ് കമ്മിൻസ് എന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റനെ, അതായത് 20 കോടിയോളം രൂപ IPL ചരിത്രത്തിൽ തന്നെ 2ാമത്തെ മികച്ച തുകയായി 20 കോടി രൂപയ്ക്കാണ് പാറ്റ് കമ്മിൻസ് എന്ന ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറെ SRH കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് നിരയിൽ രാഹുൽ ത്രിപാഠി, ഗ്ലെൻ ഫിലിപ്സ്, മയങ്ക് അഗർവാൾ എന്ന ഇന്ത്യൻ താരം, ഹൈൻറിച്ച് ക്ലാസൻ, ട്രാവിസ് ഹെഡ് ലേലത്തിലൂടെ സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ താരം, പാറ്റ് കമ്മിൻസ് എന്ന ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ 20 കോടി രൂപയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ പാറ്റ് കമ്മിൻസ്, വാഷിംഗ്ടൺ സുന്ദർ, മാർക്കോ ജോൺസൺ, അഭിഷേക് ശർമ്മ, അബ്ദുൾ സമദ് എന്നിവരടങ്ങുന്ന SRHൻ്റെ ബാറ്റിംഗ് നിരയും മാന്ത്രികത സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം പാറ്റ് കമ്മിൻസിൻ്റെ സേവനം തന്നെയായിരിക്കും. പാറ്റ് കമ്മിൻസും ട്രാവിസ് ഹെഡും 2 പുതിയ താരങ്ങൾ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ എന്തൊക്കെ പ്രകടമായ മാറ്റങ്ങളാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്നിരുന്നാലും പാറ്റ് കമ്മിൻസ് എന്ന ഈ ഒരു ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറുടെ വമ്പൻ തുകയ്ക്ക് നമുക്കറിയാം ഇത്തവണ താരലേലത്തിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച പ്ലെയർ തന്നെയായിരുന്നു കമ്മിൻസ്. സോ ഇത്രയും വശ്യേറിയ പോരാട്ടത്തിനൊടുവിൽ കമ്മിൻസിനെ പോലൊരു താരത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ SRH നിരയിൽ എങ്ങനെയൊക്കെ പ്രകടമായ മാറ്റങ്ങൾ SRH തങ്ങളുടെ 2ാം IPL കിരീടം നേടിക്കൊടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. സോ ഇനി ഒരു പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്തുള്ളത് ശിഖർ ധവാൻ എന്ന ഗബ്ബാറിൻ്റെ സ്വന്തം പഞ്ചാബ് കിങ്സ് ആണ്. ക്യാപ്റ്റൻ ധവാൻ നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് നിരയിൽ യുവതാരം പ്രഭ്സിമ്രൻ സിംഗ്, ജോണി ബെയർസ്റ്റോ, ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കറൺ, ജിതേഷ് ശർമ്മ, സിക്കന്ദർ റാസ, ലിയാം ലിവിങ്സ്റ്റോൺ, റൈലി റൂസോ, ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ക്രിസ് വോക്സ് എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് ലൈനപ്പിലാണ് പഞ്ചാബ് കിങ്സിൻ്റെ പ്രതീക്ഷ. ഇതിലെടുത്ത് പറയുന്ന കാര്യം നമുക്കറിയാം സാം കറൺ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ കഴിഞ്ഞ ലേലത്തിൽ വമ്പൻ തുകയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിച്ച സാം കറൺ. അതോടൊപ്പം തന്നെ ഇത്തവണ ലേലത്തിൽ 2 കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന റൈലി റൂസയെ ആദ്യ അറ്റംപ്റ്റിൽ ആരും വിളിക്കാതിരുന്ന ക്യാൻസലായി പോയ റൈലി റൂസയെ അവസാനം 2ാമത് വിളിച്ചപ്പോൾ 8 കോടി രൂപ മുടക്കിയാണ് ഇത്തവണ പഞ്ചാബ് റൈലി റൂസോ എന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ അവരുടെയൊക്കെ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പഞ്ചാബ് കിങ്സിൻ്റെ ആദ്യ IPL കിരീടം ഇത്തവണ അവർ നേടുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. ഒപ്പം ഇംഗ്ലീഷ് ഓൾറൗണ്ടറായിട്ടുള്ള ക്രിസ് വോക്സ് കൂടി ചേരുന്നതോടുകൂടി പഞ്ചാബിൻ്റെ ബാറ്റിംഗ് നിരയും ഒട്ടും മോശം തന്നെയല്ല. 8ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. നമുക്കറിയാം IPLലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിലല്ല, പകരം ശുഭ്മാൻ ഗിൽ എന്ന യുവതാരത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗുജറാത്ത് ഇറങ്ങാൻ പോകുന്നത്. ഗില്ലിന് പുറമെ മാത്യു വേഡ്, കെയ്ൻ വില്യംസൺ, ഷാരൂഖ് ഖാൻ പഞ്ചാബ് കിങ്സിൽ നിന്ന് പഞ്ചാബ് കിങ്സ് റിലീസ് ചെയ്തിരുന്ന തമിഴ്നാട് ഓൾറൗണ്ടർ ഷാരൂഖ് ഖാൻ, സായി സുദർശൻ, അസ്മത്തുള്ള ഒമർ സൈ, രാഹുൽ തവാട്ടെ, വിജയ് ശങ്കർ എന്നിവരടങ്ങുന്ന GTയുടെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ സ്ട്രോങ് തന്നെയാണ്. പക്ഷേ ടോപ്പ് ഓർഡറിലെ മെല്ലപ്പോക്കാണ് ഗുജറാത്തിനെ ഈ ഒരു പവർ റാങ്കിൽ 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ശുഭ്മാൻ ഗില്ലിനെ ഒഴിക്കുകയാണെങ്കിൽ
ശുഭാൻ ഗില്ലിനെ ഒന്ന് മാറ്റി നിർത്തുകയും ടോപ്പ് ഓർഡറിൽ വൃദ്ധിമാൻ സാഹ ആയാലും കെയ്ൻ വില്യംസൺ ആയാലും മാത്യു വേഡ് ആയാലും അല്പം എല്ലപ്പൊക്കിന് പേര് കേട്ടവർ തന്നെയാണ്. പക്ഷേ ഇവരെല്ലാം മറികടന്ന് ഫിനിഷേഴ്സ് ഓൾറൗണ്ടർ ആണെങ്കിൽ ഫിനിഷേഴ്സിൻ്റെ ബാക്കപ്പ് ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രാഹുൽ തവാട്യ, വിജയ് ശങ്കർ, ഷാരൂഖ് ഖാൻ, സായി സുദർശൻ, അസ്മത്തുൽ അമർസ എന്നിവർ വമ്പൻ അടികൾക്ക് പേര് കേട്ടവർ തന്നെയാണ്. സോ എന്നിരുന്നാലും ടോപ്പ് ഓർഡറിൽ അല്പം മെല്ലപ്പോക്കാണ് ഗുജറാത്തിനെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്തേക്ക് താഴ്ത്തിയിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ എന്നവരുടെ ക്യാപ്റ്റൻ ഇത്തവണ സ്കോഡില്ല. നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ 1 ഡൗൺ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിൽ കളിച്ചിരുന്നത്. സോ ഇത്തവണ 1 ഡൗൺ ആയി ഒരുപക്ഷെ കെയ്ൻ വില്യംസൺ എന്ന സ്ലോ ഓർഡർ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. സോ അതൊക്കെ ഗുജറാത്തിൻ്റെ പ്രകടനത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇനി ഈ ഒരു പവർ റാങ്കിൽ 9ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. നമുക്കറിയാം KL രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള ലക്നൗ സൂപ്പർ ജയൻസ് അത്ര പേരുകേട്ട വമ്പൻ ബാറ്റിംഗ് നിര ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ലക്നൗ ഇത്തവണ 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. KL രാഹുലിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ദേവദത്ത് പടിക്കൽ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രേഡ് ചെയ്തിരുന്ന ദേവദത്ത് പടിക്കൽ, ഡീകോക്ക്, നിക്കോളാസ് പൂരൻ, ദീപക് ഹൂഡ, കൈൽ മെയേഴ്സ്, ഡേവിഡ് വില്ലി, മാർക്ക് കൂട്ട്, കൃഷ്ണപ്പ ഗൗതം, കൃണാൽ പാണ്ഡ്യ, ആയുഷ് ബഡോനി, മാർക്കസ് സ്റ്റോയിൻസ് എന്നീ താരങ്ങളാണ് LSGയുടെ മെയിൻ ബാറ്റിംഗ് കരുത്തെന്ന് പറയുന്നത്. ഇതിൽ നായകൻ KL രാഹുലിൻ്റെ പ്രകടനം തന്നെയായിരിക്കും LSGയുടെ നിരയിൽ ഏറ്റവും നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ പോകും നമുക്കറിയാം. ഒപ്പം ദേവദത്ത് പടിക്കൽ ഇത്തവണ ഡീകോക്കിനൊപ്പം ഓപ്പണിംഗ് ചെയ്യാൻ പോകുന്ന ഒരു പക്ഷേ ദേവദത്ത് പടിക്കൽ എന്ന കർണാടക ഓൾറൗണ്ടർ ആയിരിക്കും. ഇനി ബാറ്റിംഗ് പവർ റാങ്കിങ്ങിൽ ഒട്ടും അല്ലെങ്കിൽ ഈ ഒരു ബാറ്റിംഗ് പവർ റാങ്കിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ്. മോശമായ ബാറ്റിംഗ് നിരയെന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും മറ്റുള്ള ടീമുകളെക്കായി അല്പം അല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. നായകൻ ഋഷഭ് പന്ത് എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ തന്നെയായിരിക്കും DCയുടെ മെയിൻ അട്രാക്ഷൻ. ഇത്തവണ പരിക്കിന് ശേഷം മടങ്ങിയെത്തുന്ന നായകൻ്റെ കരുത്തിൽ തന്നെയായിരിക്കും ഡൽഹിയുടെ പ്രതീക്ഷകൾ. ഒപ്പം പൃഥ്വി ഷാ, ഡേവിഡ് വാർണർ, ഷായ് ഹോപ്പ്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഹാരി ബ്രൂക്ക് ഇത്തവണ ലേലത്തോട് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, മിച്ചൽ മാർഷ്, അക്സർ പട്ടേൽ, അഭിഷേക് പോൾ എന്ന യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നിവരാണ് DCയുടെ മെയിൻ ഫോക്കസ്ഡ് ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത്. ഇതിലെടുത്ത് പറയുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഡേവിഡ് വാർണർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്ന സൗത്ത് ആഫ്രിക്കൻ യുവതാരം, ജൂനിയർ ഐബിഡി എന്ന വിളിപ്പേരുള്ള ട്രിസ്റ്റൻ സ്റ്റബ്സ് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിരുന്നു സ്റ്റബ്സ്. സോ ഇത്തവണ DCയിലേക്ക് എത്തിയിരിക്കേണ്ട താരം. ഒപ്പം മിച്ചൽ മാർഷ്, അക്സർ പട്ടേൽ തുടങ്ങിയ താരങ്ങളുടെ ഓൾറൗണ്ട് മികവും DCക്ക് ഗുണം ചെയ്യുമെന്ന് കരുതാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റ് പവർ റാങ്കിങ് വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.